യെസ് ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഒരു പുതിയ അപ്ഡേഷൻ. നിലവിൽ നമ്മുടെ കൈവശമുള്ള ലാമിനേറ്റഡ് ടൈപ്പ് ആയിട്ടുള്ള ആ ഡ്രൈവിംഗ് ലൈസൻസുകൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് പുതിയ ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസിലേക്ക് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്ത് സ്വന്തമാക്കാം. ഇതിനായി നിങ്ങൾ RTO ഓഫീസുകളിലും മറ്റും പോകേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ 250 രൂപ മാത്രം മുടക്കിക്കൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസിലേക്ക് കൺവേർട്ട് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. ഒരു വർഷത്തിനുള്ളിൽ ഇത് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000-ന് മുകളിൽ പൈസ വീണ്ടും നിങ്ങൾ മുടക്കേണ്ടി വരും എന്നുകൂടി നിങ്ങൾ ഓർക്കുക. ടിപ്ടോക്ക് മലയാളം എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഇനി മുതൽ മല്ലു ലെൻസ് എന്ന് അറിയപ്പെടും. അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും ഇനിയും തുടർന്നും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെ നമുക്ക് പുതിയ ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കാം, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഗൂഗിളിൽ parivahan.gov.in എന്നുള്ള ആ ഒരു വെബ്സൈറ്റ് നിങ്ങൾ സെർച്ച് ചെയ്യുക. അതല്ലെങ്കിൽ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം, ആദ്യമായിട്ട് നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സുകളാണ് അതിന് ആവശ്യമായിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമ്മുടെ കൈവശമുള്ള ലൈസൻസിൻ്റെ ഫ്രണ്ടും ബാക്കും നിങ്ങൾ ഫോട്ടോ എടുക്കുകയോ അല്ലെങ്കിൽ സ്കാൻ ചെയ്തുകൊണ്ട് ഒരു പേജിലേക്ക് ആക്കുക. ഫ്രണ്ട് പേജും ബാക്ക് പേജും നിങ്ങൾ ഒരു പേപ്പറിലാക്കിക്കൊണ്ട് ആ പേപ്പറിൽ നിങ്ങളുടെ സെൽഫ് അറ്റസ്റ്റേഷൻ, നിങ്ങളുടെ സൈൻ, നിങ്ങൾ സ്വന്തമായിട്ട് ഒരു സൈൻ കൂടി ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു പേപ്പർ നിങ്ങൾ സൂക്ഷിക്കുക. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് വേണ്ടുള്ളത് നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്. മൂന്നാമതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ ഒപ്പാണ്. നിങ്ങളുടെ സൈൻ ഒരു വെള്ള പേപ്പറിൽ നിങ്ങൾ സൈൻ ചെയ്തിട്ട് അതും നിങ്ങൾ ഫോട്ടോ എടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഓർക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ് താഴെ ഫസ്റ്റ് ലൈനിൽ തന്നെ അതർ സർവീസ് എന്നുള്ളൊരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസുമായി മോർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ കഴിയുന്നതാണ്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായി കാണുന്ന ഓൺലൈൻ സർവീസ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം രണ്ടാമതായി കാണുന്ന ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ ഈ വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ കേരള സ്റ്റേറ്റ് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്ന പലതരത്തിലുള്ള ഓപ്ഷൻസുകൾ ഇവിടെ ലഭ്യമാണ്. ഇതിൽ നമുക്ക് നാലാമതായി കാണുന്ന അപ്ലൈ ഫോർ ഡ്യൂപ്ലിക്കേറ്റ് DL എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഏഴാമതായിട്ട് കാണാൻ കഴിയുന്നതാണ് റീപ്ലേസ്മെന്റ് ഓഫ് DL എന്നുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ എൻ്റർ ചെയ്യുക. ഡ്രൈവിംഗ് ലൈസൻസിന്റെ നമ്പർ ഏതൊക്കെ ഫോർമാറ്റിൽ കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫോർമാറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അവസാനമായി ഏറ്റവും താഴെ കാണുന്ന ആ ക്യാപ്ച കോഡ്, വലതുഭാഗത്തായി കാണുന്ന ആ ക്യാപ്ച നിങ്ങളിവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ഗെറ്റ് DL ഡീറ്റെയിൽസ് എന്നുള്ള ആ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ സിഗ്നേച്ചറും എല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിലുള്ള ആ നമ്പർ നിങ്ങൾ ഇതുപോലെ എൻ്റർ ചെയ്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തതിന് ശേഷം ക്യാപ്ച കോഡും കൊടുത്തതിന് ശേഷം നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ പലർക്കും അത് കിട്ടാറില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ ഒന്നുകൂടി റീകൺഫേം ചെയ്യേണ്ടതുണ്ട്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഗൂഗിളിൽ DL സ്റ്റാറ്റസ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക. അതിനുശേഷം DL സ്റ്റാറ്റസ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങളുടെ ഏറ്റവും മുകളിലായിട്ട് കാണുന്ന ഭാഗത്ത് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ, അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തതിന് ശേഷം എൻ്റർ വെരിഫിക്കേഷൻ കോഡ് എന്നുള്ള ഭാഗത്ത് ആ ഒരു കോഡ് നിങ്ങൾ അവിടെ എൻ്റർ ചെയ്തതിന് ശേഷം താഴെ ചെക്ക് സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യുക. നിങ്ങൾ ചെക്ക് സ്റ്റാറ്റസ് എന്ന് നിങ്ങൾ അവിടെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡ്രൈവിംഗിൻ്റെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നിങ്ങൾക്ക് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് നിങ്ങളുടെ കറണ്ട് സ്റ്റാറ്റസ് ആക്റ്റീവ് എന്നും അതുപോലെ നിങ്ങളുടെ പേരും. അതിന് തൊട്ട് താഴെ ഓൾഡ് ആൻഡ് ന്യൂ DL നമ്പർ എന്നുള്ളൊരു ഭാഗം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നതാണ്. ഇതായിരിക്കും നിങ്ങളുടെ ആ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ. അപ്പോൾ നിങ്ങൾ ഇത് കോപ്പി ചെയ്യുക. അത് നിങ്ങൾ കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എൻ്റർ ചെയ്യേണ്ട ഭാഗത്ത് അതവിടെ പേസ്റ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു പുതിയ പേജ് ഓപ്പണായി വരുന്നതായിരിക്കും. തൊട്ട് താഴെ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽ കറക്റ്റ് തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് യെസ് എന്ന് എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ കാറ്റഗറി, നിങ്ങളുടെ ഡ്രൈവിംഗിൻ്റെ ലൈസൻസിൻ്റെ കാറ്റഗറി നിങ്ങളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഏതെങ്കിലും ഉള്ളതാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സെലക്ട് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നോർമലി നിങ്ങൾ ജനറൽ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യുക. ജനറൽ നമ്മൾ സെലക്ട് ചെയ്തതിനു ശേഷം ഏറ്റവും താഴെയായിട്ട് നിങ്ങളുടെ സ്റ്റേറ്റ് അവിടെ ഡിഫാൾട്ടായിട്ട് തന്നെ കേരള എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങളുടെ RTO ഓഫീസ് ഏതാണോ അത് നിങ്ങളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം തൊട്ട് താഴെ കാണുന്ന പ്രൊസീഡ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങളവിടെ സെലക്ട് ചെയ്യുക.
ഇപ്പോൾ മുകളിലായിട്ട് നിങ്ങൾക്കൊരു പോപ്പപ്പ് മെസ്സേജ് വന്നിട്ടുള്ളതായിട്ട് കാണാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ ഇപ്പോൾ വന്നിട്ടുള്ള ആ ഒരു പുതിയ പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ചില ഭാഗങ്ങൾ നിങ്ങൾ വീണ്ടും ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ഫില്ല് ചെയ്യാത്തതാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് താഴോട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ്, താലൂക്ക്, വില്ലേജ്, അതുപോലുള്ള നിങ്ങളുടെ അഡ്രസ്സ് ഇതെല്ലാം ചോദിക്കുന്നുണ്ട്. എല്ലാം നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന ശേഷം പ്രസൻറ്റ് അഡ്രസ്സ് എന്നുള്ള ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സ് ഇത് തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സെയിം ആണെന്നുണ്ടെങ്കിൽ സെയിം ആസ് പെർമനൻറ്റ് അഡ്രസ്സ് എന്നുള്ള ആ ഒരു ഭാഗം നിങ്ങൾ ടിക്ക് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന കൺഫേം എന്നുള്ള ആ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളൊരു പുതിയ പേജിലേക്ക് പോയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് പലതരത്തിലുള്ള സർവീസുകൾ ഇവിടെ ലഭ്യമാണ്. ഇതിൽ നമുക്ക് റീപ്ലേസ്മെൻറ്റ് ഓഫ് DL എന്നുള്ള ആ ഒരു ഓപ്ഷൻ നമ്മൾ ടിക്ക് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു പുതിയ പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. ഇവിടെ പ്ലീസ് ഫിൽ ദ സെൽഫ് ഡിക്ലറേഷൻ ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ഡീറ്റെയിൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു പുതിയ ഫോം നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ആയി വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ ഇഷ്യൂസുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളതെല്ലാം വ്യക്തമായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിന് ആൻസർ ചെയ്യുക. ശേഷം തൊട്ട് താഴെ കാണുന്ന ആ ഒരു ഡിക്ലറേഷൻ നിങ്ങൾ അവിടെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു കോളം നിങ്ങൾ അവിടെ ടിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യുക. ഇങ്ങനെ ഒരു പോപ്പപ്പ് മെസ്സേജ് വീണ്ടും വരുന്നതായിരിക്കും. ആർ യു ഷുവർ സബ്മിറ്റ് സെൽഫ് ഡിക്ലറേഷൻ ടു ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ അടിക്കുക. അപ്പോൾ നമ്മുടെ സെൽഫ് ഡിക്ലറേഷൻ ഫോം നിങ്ങളവിടെ ആൾറെഡി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ബാക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതവിടെ ബാക്ക് നിങ്ങൾ അടിക്കുക. വീണ്ടും നിങ്ങൾ തിരികെ വരുമ്പോൾ നിങ്ങളുടെ അടുത്തതായിട്ടുള്ള നിങ്ങളുടെ ഡിക്ലറേഷൻ വീണ്ടും ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നിങ്ങൾ അത് വ്യക്തമായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ ആ ഡിക്ലറേഷനെല്ലാം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഡിക്ലറേഷൻ എല്ലാം വായിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങൾ ആ ഡിക്ലറേഷൻ ബോക്സ് നിങ്ങൾ ടിക്ക് ചെയ്യുക. ഏറ്റവും അവസാനമായി ഇവിടെ ചോദിക്കുന്നത് നിങ്ങളുടെ ഓർഗൻസ് ഏതെങ്കിലും ഡൊണേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റിൽ നിങ്ങൾ ഡെത്ത് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഗൻസ് ഏതെങ്കിലും ഡൊണേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ നോ എന്ന് എൻ്റർ ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച, ആ ക്യാപ്ച നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു പോപ്പപ്പ് മെസ്സേജ് അവിടെ വരുന്നതായിരിക്കും. നിങ്ങളുടെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അത് നിങ്ങൾ അവിടെ ഓക്കെ അടിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നതാണ് നിങ്ങളുടെ സാരഥി പരിപാലനിലെ ഒരു പുതിയ പോപ്പപ്പ് മെസ്സേജ് വന്നിട്ടുണ്ട്. കൺഗ്രാജുലേഷൻ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പോൾ നിങ്ങളത് ഓക്കെ അടിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ആപ്ലിക്കേഷൻ റെഫറൻസ് സ്ലിപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ ഡീറ്റെയിൽസുകളെല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ DL നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മൊത്തം ഇവിടെ കാണാൻ കഴിയുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വലത് ഭാഗത്തായിട്ട് കാണാൻ കഴിയുന്നതാണ് നിങ്ങളുടെ RT ഫീസും അതിൻ്റെ ഡീറ്റെയിൽസുകളും അവിടുത്തെ ഫോൺ നമ്പറും എല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നതാണ്. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒരു പുതിയ പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. ശേഷം താഴെ കാണുന്ന ആ ക്യാപ്ച കോഡ് നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന സബ്മിറ്റ് എന്നുള്ള ആ ഒരു ബട്ടൺ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഒരു പുതിയ പേജിലേക്ക് വീണ്ടും പോയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസുകളെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ തൊട്ടതായിട്ട് നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസുകളെല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ആ മൊത്തം നമ്മൾ 4 സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളിവിടെ കംപ്ലീറ്റഡ് എന്നുള്ള സ്റ്റാറ്റസ് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ ഇനി രണ്ടാമത്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് 4 തരത്തിലുള്ള ഡോക്യുമെന്റ് നമ്മളവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇനിയുള്ള രണ്ടാമതായിട്ടുള്ള അപ്ലോഡ് ഡോക്യുമെന്റ്സ് എന്നുള്ള ഭാഗത്ത് നമ്മൾ പ്രൊസീഡ് എന്നുള്ള ഭാഗം നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളെല്ലാം വീണ്ടും കാണാൻ സാധിക്കുന്നതാണ്. വീണ്ടും ഒരു ഡിക്ലറേഷൻ ചോദിക്കുന്നുണ്ട്. ആ ഡിക്ലറേഷൻ ബോക്സിൽ നിങ്ങൾ ടിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഓക്കെ അടിക്കുക. ഇപ്പോൾ ഇവിടെ റിക്വയർഡ് ഡോക്യുമെന്റ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ കാണാൻ കഴിയുന്നതാണ് ഡോക്യുമെന്റ്സ്, പ്രൂഫ്, ഡോക്യുമെന്റ്സ് നമ്പർ, അങ്ങനെ പല തരത്തിലുള്ള കാറ്റഗറീസ് ഉണ്ട്. ഇവിടെ നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യുക ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ്, നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കോപ്പി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഫ്രണ്ട് പേജും ബാക്ക് പേജും നിങ്ങൾ ഒരു പേജിലാക്കി സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങളുടെ സെൽഫ് ഡിക്ലറേഷൻ ഫോമും നിങ്ങളുടെ സെൽഫ് അറ്റസ്റ്റേഷൻ അവിടെ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇതിലേക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ വലതുഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്
ആണ് ചൂസ് ഫയൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന ആ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾ ഇവിടെ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. മാക്സിമം അതിന്റെ സൈസ് എന്ന് പറയുന്നത് 500 KB ആണ് എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ 500 KBക്ക് താഴെയുള്ള ഒരു ഫയൽ ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ഇവിടെ പ്രത്യേകം ഓർക്കുക. അതിനുശേഷം നിങ്ങൾ അപ്ലോഡ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു പോപ്പ് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ഓക്കെ അടിക്കുക. ഞാൻ ആ ഡോക്യുമെന്റ്സ് ഇവിടെ അപ്ലോഡ് ചെയ്തപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നതാണ് അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട്. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. വീണ്ടും നിങ്ങൾ ആ ക്യാപ്ച കോഡ് അവിടെ എൻ്റർ ചെയ്തതിന് ശേഷം മുന്നോട്ട് പോവുക. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് 2 എണ്ണം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി മൂന്നാമതായിട്ടുള്ള അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ എന്നുള്ള ഒരു ഭാഗമുണ്ട്. അവിടെ നിങ്ങൾ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുവേണ്ടി നിങ്ങൾ പ്രൊസീഡ് എന്നുള്ള ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ് അപ്ലോഡ് ഫോട്ടോ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ അപ്ലോഡ് ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോസിന്റെ സൈസും കാര്യങ്ങളും എല്ലാം ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതൊക്കെ ഫോർമാറ്റിൽ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ സാധിക്കും. 10 KB മുതൽ 20 KB വരെ 10 മുതൽ 20 KB വരെയുള്ള സൈസുകളായിരിക്കണം അവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നും അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന ആ ഫയൽ സൈസുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ ഇപ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇവിടെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ശേഷം സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ബ്രൗസ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സിഗ്നേച്ചർ എവിടെയാണ് നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അപ്ലോഡ് ആൻഡ് വ്യൂ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മുകളിൽ വലത് ഭാഗത്തായി നിങ്ങൾ പുതിയതായിട്ട് കൊടുത്തിട്ടുള്ള ഫോട്ടോയും നിങ്ങളുടെ സിഗ്നേച്ചറും അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ അത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ സേവ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ഇമേജ് ഫയൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇവിടെ ഓക്കെ ആയതുകൊണ്ട് ഞാനിവിടെ സേവ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ഇമേജ് ഫയൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുന്നു. പുതിയൊരു പോപ്പപ്പ് മെസ്സേജ് ഇവിടെ വന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഫോട്ടോ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു എഡിറ്റിംഗ് സാധിക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ കൺഫേം ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്റെ കേസിൽ അത് ഓക്കെ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഓക്കെ അടിക്കുന്നു. ശേഷം തൊട്ട് താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞാൽ ഇൻസെർട്ട് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട്. വീണ്ടും ഞാൻ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. വീണ്ടും നമ്മൾ പഴയ പേജിലേക്ക് പോയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ വീണ്ടും ആ ക്യാപ്ച കോഡ് എൻ്റർ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ് 3 ഡോക്യുമെന്റേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അവസാനമായിട്ടുള്ള ഫീ ആൻഡ് പേയ്മെന്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് പേയ്മെന്റ് ആണ് ചെയ്യാനുള്ളത്. തൊട്ട് താഴെ നിങ്ങൾക്ക് താഴോട്ട് നോക്കിയാൽ കാണാൻ കഴിയുന്നതാണ് നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസുകളെല്ലാം കാണാൻ കഴിയുന്നതാണ്. ഇനി പെൻഡിംഗ് ആയിട്ടുള്ളത് പേയ്മെന്റ് ഫീ എന്നുള്ളതാണ്. അപ്പോൾ അതിനായി നമ്മൾ പ്രൊസീഡ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ അതിന്റെ ഡീറ്റെയിൽസുകളെല്ലാം കാണിക്കുന്നുണ്ട്. അതിന്റെ ഫീസ് എത്രയാണെന്നുള്ളത് 200 രൂപയാണ് അതിന്റെ ഫീസ്. അതുപോലെ നമ്മുടെ പോസ്റ്റൽ ചാർജ് 45, ടോട്ടൽ 245 രൂപയാണ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ഇവിടെ അടയ്ക്കേണ്ടത്. അത് ഏത് തരത്തിലൊക്കെ അടയ്ക്കാം എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാങ്ക് ഗേറ്റ്വേ ട്രഷറി എന്നുള്ള ഭാഗത്ത് നിങ്ങൾ കേരള ന്യൂ ട്രഷറി എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം വലതുഭാഗത്തെ കാണുന്ന ആ ഒരു ക്യാപ്ച കോഡ് നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം പേ നൗ എന്നുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ പേജ് ഇവിടെ വന്നിരിക്കുകയാണ്. അതിനകത്ത് നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. നമ്മൾ 245 രൂപ നമ്മൾ കൊടുക്കണം എന്നിവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേര്, ഡേറ്റ്, കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു താഴത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ എഗ്രി ചെയ്യുക. അതിനുശേഷം ശേഷം തൊട്ട് താഴെ പ്രൊസീഡ് ഫോർ പേയ്മെന്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പലർക്കും ഇതുപോലുള്ള ഒരു മെസ്സേജ് ആണ് നമ്മൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ സമയത്ത് അവർക്ക് അത് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കില്ല. കുറച്ച് സമയങ്ങൾക്ക് ശേഷം വീണ്ടും ട്രൈ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് അവർ പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. നമുക്ക് അത് വീണ്ടും നമ്മൾ ആ ഹോം എന്നുള്ള ആ ഒരു ബട്ടണിൽ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വീണ്ടും അതിൻ്റെ ഹോം പേജിലേക്ക് പോകുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ മൊബൈൽ ബ്രൗസറിൽ സാരഥി.പരിവാഹൻ എന്നുള്ള ആ ഒരു വെബ്സൈറ്റിൽ പോയതിന് ശേഷം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസിൽ നിങ്ങൾ പോവുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഏറ്റവും താഴെയായിട്ടും കാണാൻ കഴിയുന്നതാണ് കംപ്ലീറ്റ് യുവർ പെൻഡിങ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം പേയ്മെൻറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നതാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്തപ്പോൾ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം കാണുന്നതാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ കാണുന്നതാണ്. അപ്പോൾ നമ്മുടെ ആ ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ എഗ്രി ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങളിവിടെ കാണാൻ കഴിയുന്നതാണ് നമ്മുടെ ബാങ്കിൻ്റെ ട്രഷറി ഗവൺമെൻറ് ഓഫ് കേരള എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ പലതരത്തിലുള്ള പേയ്മെൻറ്റ് സിസ്റ്റം ഇവിടെ കാണിക്കുന്നുണ്ട്. നെറ്റ് ബാങ്കിങ് ഉണ്ട്, ഡയറക്റ്റ് പേയ്മെൻറ്റ് ഗേറ്റ്വേ 1 ഉണ്ട്, ഗേറ്റ്വേ 2 ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നെറ്റ് ബാങ്കിങ് ഇവിടെ കാണുന്നത് പലതരത്തിലുള്ള ബാങ്കുകളും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചെയ്യുന്നത് നമ്മുടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടുള്ള കാർഡ് പേയ്മെൻ്റ് ആണ് ചെയ്യുന്നത്. അതിന് ഞാൻ പേയ്മെൻറ്റ് ടു എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുന്നു. കാർഡ് പേയ്മെൻറ്റ്, ഡെബിറ്റ് ഓർ
ക്രെഡിറ്റ് എന്നിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് സെലക്ട് ചെയ്യുന്നു. ശേഷം തൊട്ട് താഴെ കാണുന്ന പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് പുതിയ പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ കാർഡിൻ്റെ ഡീറ്റെയിൽ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആദ്യം കാർഡ് നമ്പർ, എക്സ്പയറി ഡേറ്റ്, മന്ത്, അതുപോലെ തന്നെ CVV നമ്പർ, നിങ്ങളുടെ കാർഡിലുള്ള ബാക്കിലുള്ള ആ CVV നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ കാർഡിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന പേര് നിങ്ങളുടെ പേരാണെന്നുണ്ടെങ്കിൽ ആ പേര് നിങ്ങളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന 245 എന്നുള്ള പേ എന്നുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നതാണ് നിങ്ങളുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ബാങ്കിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP നമ്പർ വരുന്നതായിരിക്കും. ആ OTP നമ്പർ നിങ്ങളിവിടെ എൻ്റർ ചെയ്യുക. ശേഷം തൊട്ട് താഴെ കാണുന്ന സബ്മിറ്റ് എന്നുള്ള ആ ഒരു ബട്ടൺ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നതാണ് നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, ബാങ്ക് റെഫറൻസ് നമ്പർ, ടോട്ടൽ എമൗണ്ട്, സ്റ്റാറ്റസ്, സക്സസ് എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു പ്രിൻറ്റ് റെസിപ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളവിടെ ആ ഭാഗത്ത് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ റെസിപ്റ്റിൻ്റെ കോപ്പി നിങ്ങൾക്കവിടെ കിട്ടുന്നതാണ്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, സേവ് ചെയ്ത് വെക്കുക. വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ പേയ്മെൻറ്റ് സിസ്റ്റം എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ പുതിയ ഡ്രൈവിംഗ് ലൈസൻസിന് നിങ്ങൾ ആൾറെഡി അപ്ലൈ ചെയ്ത് പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ട് ചെയ്തിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ RT ഓഫീസ് അത് വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അവർ അയച്ചു തരുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ചതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. എൻ്റെ പ്രിയ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഇനിയും എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരു പുത്തൻ ഇൻഫർമേഷനുമായി ഒരു പുത്തൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.